UDF സഹകരണവുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അനുമതി വാങ്ങാനായി ദേശീയ നേതൃത്വത്തെ കാണാനുള്ള PV അൻവറിന്റെ ശ്രമം നടന്നില്ല. UDFിലെ ഘടകകക്ഷികളിൽ ചേക്കേറാൻ അൻവർ നടത്തിയ ശ്രമങ്ങളെ തുടർന്നാണ് കൂടിക്കാഴ്ച ഒഴിവാക്കിയത്. UDFിൽ സഹകരിപ്പിക്കാമെന്ന പ്രഖ്യാപനം വന്നെങ്കിലും തൃണമൂൽ കോൺഗ്രസിനെ മാറ്റി നിർത്താനുള്ള നീക്കുപോക്കുകൾ തേടുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇതിനായി PV അൻവറുമായി ഘടകകക്ഷി നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ ഇപ്പോൾ കൈയൊഴിയുന്നത് പരിഹാസ്യമാകുമെന്നാണ് PV അൻവർ കണക്കുകൂട്ടുന്നത്. UDF സഹകരണം സംബന്ധിച്ച അനുമതിക്കായി ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്താൻ PV അൻവർ ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അഭിഷേക് ബാനർജിയുമായി ചർച്ചയ്ക്ക് സമയവും നൽകിയിരുന്നതാണ്. എന്നാൽ പിന്നീടത് റദ്ദാക്കുകയായിരുന്നു. PV അൻവർ എത്തിയതിനു ശേഷം സംഘടനയ്ക്ക് 84 മണ്ഡലം കമ്മിറ്റികളും 290ഓളം പഞ്ചായത്ത് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ PV അൻവറിന്റെ നിലപാടിൽ ഉറപ്പില്ലാത്തതിൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം. KT സ്വാലിഹ് ഉണ്ട് അൻവറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാൻ. അൻവറിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അൻവർ എന്ത് തീരുമാനമെടുക്കും എന്നതൊക്കെ അറിയാം. KT സ്വാലിഹ്, തൃണമൂൽ ഇല്ലാതെ വന്നാൽ സ്വീകരിച്ചോളാം എന്നതാണ് UDFിന്റെ വാഗ്ദാനം. ഘടകകക്ഷികൾ ആ തരത്തിൽ പറയുമ്പോൾ കോൺഗ്രസിന് എതിർത്തൊരു തീരുമാനമെടുക്കാൻ കഴിയുകയുമില്ല. പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ തൃണമൂലിന്റെ നിലപാടുകൾ കോൺഗ്രസിന് വിരുദ്ധമായ സംഗതികൾ പലതും ഉണ്ടായ സ്ഥിതിക്ക് അങ്ങനെ ഒരു തീരുമാനത്തിൽ കേരളത്തിൽ നിന്നേ മതിയാകൂ എന്ന അവസ്ഥയുണ്ട് കോൺഗ്രസിന് എന്നതാണ്. പക്ഷേ തൃണമൂലിനെ വളരെ വേഗം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക സ്വാഭാവികമായും അൻവറിനും ഉണ്ടാകും. പക്ഷേ അൻവർ എന്ത് തീരുമാനം ഇനി എടുക്കാൻ പോകുന്നു എന്നതാണ്. തൃണമൂൽ നേതൃത്വവുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇനി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതെപ്പം ഉണ്ടാകും അൻവറിന്റെ അടുത്ത നീക്കം? തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയേക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം ഈ കേരളത്തിലെ നീക്കുപോക്കുകൾ UDFുമായി സഹകരിക്കുന്നത് ഉൾപ്പെടെയുള്ളതിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അനുമതി പൂർണ്ണമായി വാങ്ങേണ്ടതുണ്ട്. നിലവിൽ ഈ ചർച്ചകളെല്ലാം തന്നെ അവർ ഉറ്റുനോക്കുന്നുണ്ട്. അതേസമയം തന്നെ UDFിനാവട്ടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അൻവറിനെ ഒഴിവാക്കി മുന്നോട്ട് പോവുക ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഘടകകക്ഷി നേതാക്കളെല്ലാം അൻവറിനെ സഹകരിപ്പിക്കണം എന്ന ഒരു നിലപാട് കഴിഞ്ഞ UDF യോഗത്തിൽ എടുത്തത്. പക്ഷേ അൻവർ തൃണമൂൽ കോൺഗ്രസ് ഒഴിവാക്കി വരുന്നതാണ് നല്ലത്. തൃണമൂൽ കോൺഗ്രസ് എന്നൊരു പാർട്ടിയായി UDFിൽ ഉൾപ്പെടുത്തുന്നതിനോട് കോൺഗ്രസിനും വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. ഇതിനായി NCP ഉൾപ്പെടെയുള്ള CMP ഉൾപ്പെടെയുള്ള വിവിധ ഘടകകക്ഷികളുടെ നേതാക്കളുമായി അൻവറിനെ കൊണ്ട് സംസാരിപ്പിച്ചിരുന്നു. ഏതെങ്കിലും ഘടകകക്ഷികളിലേക്ക് ഉൾപ്പെടുത്തി തൃണമൂൽ കോൺഗ്രസിനെ ഒഴിവാക്കി അൻവറിനെ UDFിന്റെ ഭാഗമാക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടന്നു വരുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം അൻവർ നിലവിൽ പറയുന്നത് തൃണമൂൽ കോൺഗ്രസിനെ ഒഴിവാക്കി ഇപ്പോൾ പോവില്ല, അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇമേജിന് തന്നെ വലിയ പരിഹാസ്യനാക്കി അദ്ദേഹത്തെ മാറ്റുമെന്ന് കണക്ക് കൂട്ടുന്നത് കൊണ്ടാണ് അത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നിലവിൽ കൈയൊഴിയില്ല എന്നൊരു നിലപാട് അൻവറും സ്വീകരിച്ചു വരുന്നത്. ഏതായാലും UDFിന്റെ ഭാഗമാക്കുന്നുണ്ട് അദ്ദേഹത്തെ. പക്ഷെ അതെങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. അന്ന ശരി, KT സ്വാലിഹാണ് മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്.